സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു അക്രമം നേരിടേണ്ടി വന്ന ഏതൊരാളുടെ മനസ്സിലും വിദ്വേഷം തന്നെയാണ് ആദ്യം തുടക്കത്തിൽ ഉണ്ടാവുക. എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. ഏത് മാർഗ്ഗത്തിലും ഒരു പ്രതികാരം ചെയ്യണമെന്നുള്ളൊരു മനസ്സ് തന്നെയായിരുന്നു തുടക്കത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതേ സമയത്ത് തന്നെ ഒപ്പം നിൽക്കുന്ന അമ്മ, അനിയത്തിമാർ ഇവരുടെയൊക്കെ തന്നെ ജീവിതം സേഫാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മനസ്സിലുണ്ടായിരുന്ന ഒരു ജോലി നേടി ഒപ്പമുള്ള ആളുകളുടെ ഫാമിലി ഒന്ന് സേഫാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അതോടൊപ്പം ഒരു പ്രതികാരത്തിനുള്ളൊരു ഒരുക്കം നടത്തണം എന്നൊക്കെയുള്ളതായിരുന്നു അന്നത്തെ ഉള്ള ചിന്ത. പക്ഷേ സംഘത്തിന്റെ ഒരു ക്യാമ്പിൽ പോയ സമയത്ത് അന്നത്തെ പ്രാന്തപ്രചാരകരായിരുന്ന സേതുവേട്ടൻ, എസ് സേതുമാധവൻ, ഒരു ദിവസം ക്യാമ്പില് രാത്രി ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. അപ്പം പുള്ളി അടുത്ത് വന്ന് തോളിലൊക്കെ തട്ടി വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് കാര്യങ്ങൾ. അപ്പം എൻ്റെ മനസ്സിലുള്ള ഈ ഒരു വികാരം ഞാൻ പുള്ളിയോട് തുറന്ന് പറഞ്ഞു. ശ്രീത്ത് ആ രീതിയിൽ ചിന്തിക്കണ്ട, ആ രീതിയിൽ ചിന്തിക്കരുത്. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനെ ഇല്ലാതാക്കിയത് ഒരുപക്ഷെ അതിന് ആയുധമായത് മാത്രമേ ആ ആളുകൾ, ഒരുപക്ഷെ ആ ആളുകൾ കൊലയാളികളായിരുന്നവരെ അതിന് ആ ഒരു കൊലപാതക രാഷ്ട്രീയം എന്നുള്ള ആശയത്തിന്റെ ആയുധങ്ങൾ മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ പ്രതികൾ ഈ കൊലപാതക രാഷ്ട്രീയം എന്നുള്ള ആശയമാണ്. അതാണ് സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ ഇപ്പം ശ്രീജിത്തിന്റെ മനസ്സിൽ തോന്നുന്ന ഈ ഒരു പ്രതികാര ചിന്ത ഒരുപക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാലും അത് അവിടെ അവസാനിക്കില്ല, വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ പോവുകയുള്ളൂ. ഈ പറഞ്ഞ കൊലപാതകത്തിനോ അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയത്തിനോ പ്രേരിപ്പിക്കുന്ന ആ ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും നടക്കേണ്ടത്. അത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന രീതിയിലുള്ള ഒരു ഉപദേശം അദ്ദേഹം നൽകി. ഒരു 2-3 മണിക്കൂർ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവും അന്നും അതിന്റെ വ്യത്യാസമൊക്കെ ആയിട്ട്. അതാണ് മനസ്സിൽ പ്രധാനമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കിയത്.